ഹലോ, ഈ ഒരു കുഞ്ഞിനെ മാങ്കുഴി തിരുവനന്തപുരം ബസ് സ്റ്റോപ്പിൽ ആരോ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതാണ്. കൊടും മഴയായതുകൊണ്ട് തന്നെ ഏതോ ഒരാൾ ഒരു ഐസ് ബോക്സിലാക്കി അവനെ മാറ്റി കെട്ടിയിട്ടുണ്ടായിരുന്നു. തുടരെ 2 ദിവസമായിട്ട് ഇവൻ്റെ ഒരു FB പോസ്റ്റ് ഞാൻ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്താണെന്നറിയാൻ വേണ്ടി ഞാനൊന്ന് വെറുതെ പോയതാണ്. പക്ഷെ അവൻ്റെ ആ അവസ്ഥ കണ്ടിട്ട് എനിക്ക് അവിടെ ഉപേക്ഷിച്ച് വരാൻ തോന്നിയില്ല. ഉടനെ തന്നെ ഞങ്ങളുടെ തിരുവനന്തപുരത്തെ പ്രവർത്തകയായ വർഷ വിക്രമനെ വിളിക്കുകയും ഞങ്ങൾ അവനെ താൽക്കാലികമായിട്ട് ഫോസ്റ്റർ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. പക്ഷെ അവിടെ പോയിട്ടും അവൻ ഭയങ്കര ട്രോമാറ്റിക് ആയിരുന്നു. ഭക്ഷണം കഴിക്കും ഒരു മൂലയ്ക്ക് ഒതുങ്ങി കൂടുമെന്നല്ലാണ്ട് അവന് വലിയ ഒരു ആക്റ്റീവ്നെസ് ഒന്നും കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അവനെ വേറെ അവിടുത്തെ ഡോഗ്സുമായിട്ടൊന്ന് പരിചയപ്പെടുത്താൻ നോക്കി. അങ്ങനെയുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത്. അങ്ങനെ അവനെ ഒരു 1.5-2 ആഴ്ച കൊണ്ട് തന്നെ നല്ല ആക്റ്റീവായിട്ട് കിട്ടുകയും ചെയ്തു. പക്ഷേ അവർക്ക് ഇനിയൊരു ഡോഗിനെ കൂടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അവന് വേണ്ടി ഒരു പുതിയ വീട് കണ്ടെത്തേണ്ടി വന്നു. അതിനുവേണ്ടി ഞങ്ങൾ ഒരുപാട് ആൾക്കാരെ വിളിച്ചു നോക്കി. പക്ഷേ അവസാനം രാജൻ ചേട്ടനാണ് മുന്നോട്ട് വന്നത്. ചേട്ടൻ ഞങ്ങളോട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ Can you feel it? Whoa, yeah. Whoa, whoa. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങളെ വരവേറ്റത് അവിടുത്തെ കുറേ തെരുവിലെ കുഞ്ഞുങ്ങളാണ്. ചേട്ടനും വൈഫും മാത്രമാണ് വീട്ടിലുള്ളത്. പുള്ളിക്കാരി ഒരുപാട് ഡോഗ്സിന് ഫുഡ് കൊടുക്കുന്ന ഒരു ഫീഡറാണ്. അതേപോലെ തന്നെ വലിയ 2 നില വീടും ചുറ്റും ഇവർക്ക് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി മാത്രമായിട്ട് ഒരു 5 സെൻറ്റ് പറമ്പും എല്ലാം ഉണ്ട്. ഇവനൊരു കൂട്ടായിട്ട് നമ്മുടെ ചിക്കുമോനും ഉണ്ട്. അവനെ ഇതേപോലെ അവർക്ക് ശ്രീകാര്യം ബസ് സ്റ്റാൻഡിൽ നിന്ന് കിട്ടിയതാണ്. ഇപ്പോൾ അവരെ രണ്ടുപേരെയും പരിചയപ്പെടുത്താനുള്ള ഒരു തത്രപ്പാടിലാണ് അവൻ. അവിടുത്തെ ഒരു 5 ക്യാറ്റ്സും ഉണ്ട്. അത് നാടൻ കുഞ്ഞുങ്ങളാണ്. അവരുമായിട്ട് അവൻ ഒന്നിച്ച് പോകുന്നു.